തലാഖിന് ഭരണഘടനാ സാധുതയുണ്ടോ എന്ന് സുപ്രീം കോടതി. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനോടും മുസ്ലിം വ്യക്തി നിയമ ബോർഡിനോടും വിശദീകരണം തേടി. വിവരങ്ങളുമായി മനു ശങ്കർ ചേരുന്നുണ്ട്. മനോരങ്ങൾ സൗമ്യ, തലാഖിന്റെ നിയമസാധ്യതകളൊക്കെ ചോദ്യം ചെയ്തുകൊണ്ട് ചില മുസ്ലിം സംഘടനകളും ഒപ്പം ചില വ്യക്തികളും നൽകിയ ഹർജികൾ പരിഗണിക്കുകയായിരുന്നു സുപ്രീം കോടതി തലാഖിന്റെ ഭരണഘടനാപരമായ സാധ്യതകളിൽ ചില സുപ്രധാന നിരീക്ഷണങ്ങൾ നടത്തിയത്. തലാഖിന് ഭരണഘടനാപരമായ സാധ്യത തന്നെ ഉണ്ടോ എന്നൊരു സംശയം സുപ്രീം കോടതി പ്രകടിപ്പിക്കുകയുണ്ടായി. കേന്ദ്ര സർക്കാരിനോടും മുസ്ലിം വ്യക്തി നിയമ ബോർഡിനോടും ഇക്കാര്യത്തിൽ വിശദീകരണം നൽകാനും സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. നേരത്തെ ഈ 3 തവണ തലാഖ് ചൊല്ലിയുള്ള വിവാഹ മോചന രീതിയിൽ മാറ്റം ാകില്ലെന്ന് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് തന്നെ അറിയിച്ചിരുന്നു. ഖുറാനും ഹാദിത്തും അനുസരിച്ച് ഇത്തരത്തിൽ തലാഖ് ചൊല്ലി വിവാഹ മോചനവും മറ്റും നടത്തുന്നത് നിലവിലെ വ്യവസ്ഥകളിൽ ഈ വ്യവസ്ഥ മാറ്റാനാകില്ലെന്ന് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് അറിയിച്ചിരുന്നു. ഈ 3 തവണ ഇത്തരത്തിൽ ഇസ്ലാമിക നിയമപ്രകാരം ഒരു പുരുഷന് തലാഖ് ചൊല്ലി ഭാര്യയെ ഉപേക്ഷിക്കാനാകുന്നത് മൗലിക അവകാശങ്ങളുടെ ലംഘനമാണോ എന്നത് സംബന്ധിച്ചുള്ള പരിശോധനകളും പഠനങ്ങളും നടത്തേണ്ടതുണ്ട് എന്നായിരുന്നു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് TS താക്കൂറിന്റെ ബെഞ്ച് നിരീക്ഷിച്ചത്. ഇക്കാര്യത്തിൽ വാദങ്ങൾക്ക് തയ്യാറായിക്കൊള്ളുവാനും ഇക്കാര്യത്തിൽ നിലവിൽ ഭരണഘടനാപരമായ സാധ്യതകൾ പരിശോധിക്കേണ്ടതുണ്ടെന്നും ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് വ്യക്തമാക്കുകയുണ്ടായി. സൗമ്യ, മനു ശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. ജിഷ വധക്കേസ് പ്രതി അമീറുൽ ഇസ്ലാമിനെ തെളിവെടുപ്പിനായി കാഞ്ചീപുരത്തെത്തിച്ചു. നാളെ വൈകിട്ട് 4:30 കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് ഇയാളെ കോടതിയിൽ ഹാജരാക്കും. അതേസമയം ജിഷയുടെ കൊലപാതക വിവരം സുഹൃത്ത് അനാറുളിനോട് പറഞ്ഞിരുന്നതായി അന്വേഷണ സംഘം കണ്ടെത്തി. അസമിലേക്കുള്ള യാത്രക്കിടെയാണ് അനാറുളിനോട് പറഞ്ഞത്. അനാറുളിനായി ക്രൈംബ്രാഞ്ച് SP-യുടെ നേതൃത്വത്തിലുള്ള സംഘം അസമിലെത്തി. ഈ വാർത്തയിലേക്ക് തിരിച്ച് എത്താം. ഇപ്പോൾ ടോമിൻ ജെ തച്ചങ്കരി വാർത്താ സമ്മേളനം നടത്തുകയാണ്. തത്സമയം ഇന്നുവരെ ഇതിൽ 10,000-ഓളം അപകടങ്ങളും ഇരുചക്ര വാഹനങ്ങൾക്കാണ് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ വർഷം മാത്രം എടുത്താൽ ഏതാണ്ട് 4,150 പേർ കേരളത്തിലെ വാഹനാപകടങ്ങളിൽ മരിച്ചു. അതിൽ 1/3 ഏതാണ്ട് 1,350 പേരോളം ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്തവരാണ്. കേരളത്തിലെ ഇരുചക്ര വാഹനങ്ങളിൽ അപകടത്തിൽപ്പെടുന്നവർക്ക് 80% പരക്കേൽക്കുന്നതും തലയ്ക്കാണ്. അപ്പോൾ ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് ഹെൽമെറ്റ് വെച്ചാൽ രക്ഷപ്പെടുന്ന ജീവിതങ്ങൾ അനവധിയാണ്. കേരളത്തിലെ അപകടങ്ങൾ നിരക്ക് നോക്കുമ്പോൾ ഏതാണ്ട് എല്ലാ 2 മണിക്കൂറിലും ഒരാൾ വാഹനാപകടത്തിൽ മരിക്കുന്നു. അപ്പോൾ കർക്കശമായ നിയന്ത്രണങ്ങളിലേക്കും മറ്റ് കർമ്മ പദ്ധതികളിലേക്കും പോകേണ്ട ഒരവസ്ഥ വന്നിരിക്കുകയാണ്. നമുക്കറിയാം, ഇടക്കാലത്ത് ഹെൽമെറ്റ് നിർബന്ധമാക്കി അന്ന് അപകട നിരക്ക് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും അത് കർക്കശമാക്കുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇത് ആളുകളെ ശിക്ഷിക്കുവാനോ അല്ലെങ്കിൽ അതിൽ നിന്നുള്ള പിഴ ഈടാക്കിക്കൊണ്ട് ഗവൺമെൻറ്റിനും വകുപ്പിനും ലാഭമുണ്ടാക്കുക എന്ന ലക്ഷ്യോട് കൂടി അല്ല ചെയ്യുന്നത്. ആദ്യ പരിപാടിയായി കേരളത്തിലെ പ്രധാനപ്പെട്ട 3 നഗരങ്ങളിൽ തിരുവനന്തപുരം, എറണാകുളം, അതുപോലെ കോഴിക്കോട് നഗരങ്ങളിലെ പെട്രോൾ പമ്പിൽ മെയിൻ പെട്രോൾ ഡീലേഴ്സുമായി ഞാൻ ചർച്ച നടത്തി. അവരുടെ സഹകരണത്തോടുകൂടി അവരുടെ പമ്പുകളിലെല്ലാം ഒരു ബോർഡ് വയ്ക്കും. അതിൽ പ്രകാരം ഇരുചക്ര വാഹനങ്ങൾ അവിടെ ഇന്ധനം നിറയ്ക്കാൻ വരുമ്പോൾ വാഹനത്തിലെ ഡ്രൈവർക്ക് ഹെൽമെറ്റ് ഇല്ല എങ്കിൽ ഇന്ധനം നിഷേധിക്കുവാനുള്ള കൊടുക്കരുത് എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് അവർ അംഗീകരിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് കൊടുക്കരുത് എന്ന് പറയാനുള്ള നിയമം ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം വന്നപ്പോൾ ഞങ്ങളുടെ സ്ക്വാഡിലുള്ള എൻഫോഴ്സ്മെൻറ്റ് RTOമാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്ക്വാഡിലുള്ളവർ അവിടെ പ്രസൻ്റ് ആകാം. അപ്പോൾ അവർക്ക് എവിടെ വെച്ച് വേണമെങ്കിലും ഹെൽമെറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാനുള്ള അവകാശമുണ്ട്. അത് പെട്രോൾ പമ്പിൽ പറ്റില്ല എന്ന് എഴുതിയിട്ടില്ല. വാഹനം ഓടിക്കുന്ന ഏത് സമയത്ത് വെച്ച് ചെക്ക് ചെയ്യാനുള്ള അവകാശമുണ്ട്. അപ്പോൾ ആ സമയത്ത് ഹെൽമെറ്റ് ഇല്ലാത്ത ഒരാൾ അത് ചലഞ്ച് ചെയ്യുകയാണെങ്കിൽ അയാളെ അപ്പോൾ ഫൈൻ അടിക്കാനുള്ള മാർഗ്ഗമുണ്ട്. അപ്പോൾ ഫൈൻ സാധാരണ ഇപ്പോൾ ഞങ്ങൾ 100 രൂപ മുതൽ 1000 രൂപ വരെ ഫൈൻ ചെയ്യുന്നുണ്ട് കാഠിന്യങ്ങളനുസരിച്ച്. ഹെൽമെറ്റ് ഇല്ല എന്നുള്ള വെറും ഒരു വകുപ്പിനാണെങ്കിൽ 100 അല്ലെങ്കിൽ ഞങ്ങളുടെ അതോറിറ്റിയുടെ ലോഫുൾ ഡയറക്ഷൻ കേട്ടിട്ടില്ല അല്ലെങ്കിൽ അനുസരിച്ചില്ല എന്നുള്ള വകുപ്പാണെങ്കിൽ 500 രൂപ ഇടാം. 184 അതായത് അശ്രദ്ധമായും അജാഗ്രമായുമായിട്ടാണ് ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിക്കുകയാണെങ്കിൽ 1000 രൂപ ഫൈൻ ചെയ്യാം. പിന്നെ പല പ്രാവശ്യം അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഇങ്ങനെ ഹെൽമെറ്റ് ഇല്ലാതെ പിടിക്കുന്നവരുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്യുവാനുള്ള നടപടികളിലേക്കും പോകും.
നിങ്ങൾക്കറിയാം, പുതിയ മോട്ടോർ വാഹന നിയമം വരികയാണ്. ഈ പാർലമെൻറ്റ് സെക്ഷനിൽ അത് വരുമെന്നാണ് കേൾക്കുന്നത്. അതിൽ ആ വാഹന നിയമങ്ങൾ ക്രോഡീകരിക്കുന്ന കമ്മീഷണർമാരുടെ കമ്മിറ്റിയിൽ ഒരു അംഗമെന്ന നിലയിൽ അവിടെ തീരുമാനിച്ചിട്ടുള്ളത് ഈ ഹെൽമെറ്റ് ഇല്ലാത്തതിൻ്റെ ഫൈന് ഈ 100 രൂപ വരുന്നത് 2500 രൂപയായിട്ട് കൂട്ടാനാണ്. 2500 രൂപ കൂട്ടിക്കൊണ്ടും കാര്യമില്ല. ലൈസൻസ് ക്യാൻസൽ ചെയ്യുന്ന ഒരു സെക്ഷനും കൂടി അതിനകത്ത് സ്ട്രേറ്റായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ലൈസൻസ് ക്യാൻസലാക്കിയാലുള്ള ഒരു വലിയ പ്രശ്നം, ഒന്ന്, വാഹനം ഓടിക്കാൻ പറ്റത്തില്ലെന്ന് മാത്രമല്ല, പിന്നെ PSCയിലോ മറ്റ് ഗവൺമെൻറ് ജോലികളിലോ അല്ലെങ്കിൽ മറ്റ് വിദേശ പാസ്പോർട്ടുകൾക്കൊക്കെ ഉള്ള അവസരങ്ങളിൽ ഇങ്ങനെ ഒരു മാർക്ക് കിടക്കുന്നത്, അവരുടെ ലൈസൻസിൽ കിടക്കുന്നത് തീർച്ചയായിട്ടും ഒരിക്കൽ ക്യാൻസലായ ലൈസൻസാണെന്ന് പറയുന്നത് ഒരു ബാഡ് മാർക്ക് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ ചെയ്യുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഒരു ശിക്ഷണ നടപടികൾ സ്വീകരിക്കുക എന്നുള്ള, അല്ലെങ്കിൽ പിഴ ഈടാക്കി ഗവൺമെൻറ്റിന് വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയല്ല, മറിച്ച് ഇതൊരു പബ്ലിക് അവയർനെസ് പ്രോഗ്രാം പോലെ നടത്തി ഇതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അതിനകത്ത് ആഗ്രഹിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഈ 3 നഗരങ്ങളിൽ ഇത് ഇന്ന് 29-ാം തീയതിയാണ്, 1-ാം തീയതി തൊട്ട് നടപ്പാക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ പെട്രോൾ കമ്പനികൾ പറഞ്ഞു അവർക്ക് എല്ലാ ഡീലർമാരെ അറിയിച്ച് ബോർഡുകളൊക്കെ വെക്കണമെങ്കിൽ കുറച്ച് സാവകാശം വേണമെന്ന് പറഞ്ഞുകൊണ്ട് 1 മാസം, അതായത് ആഗസ്റ്റ് 1 മുതൽ ഇത് കർശനമായി നടപ്പാക്കാൻ, അതിനു മുമ്പ് വന്നാൽ പിടിക്കത്തില്ല എന്നല്ല, വേണമെങ്കിൽ കർശനമായി നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ ആഗസ്റ്റ് 1 മുതൽ കേരളത്തിലെ 3 പട്ടണങ്ങളിൽ നടപ്പാക്കി ഞങ്ങളുടെ എൻഫോഴ്സ്മെൻറ്റ് വിങ്ങിലെ ഉദ്യോഗസ്ഥരുടെ സ്ക്വാഡുകൾ ഇത് പരിശോധിക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പോലീസിൽ DGPക്ക് ഞാൻ കത്തെഴുതിയിട്ടുണ്ട്. പോലീസിൻ്റെ സഹായം കൂടി ഇതിനകത്ത് വരണം. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഇവരെ എല്ലാ വണ്ടികളും ഏതൊരു അവസരത്തിലൊരു പെട്രോൾ പമ്പിൽ പോയി ഇന്ധനം അടിച്ചേ പറ്റൂ. അപ്പോൾ അയാൾക്ക് പോകുന്നവർക്ക് ഇതൊരു ഇൻസെൻറ്റീവായി കിട്ടും. ഇവിടെ സക്സസ്ഫുൾ ആകണം. മറ്റ് നഗരങ്ങളിലേക്ക് ഇത് വ്യാപിപ്പിക്കും. പിന്നെ കേരളം മൊത്തത്തിലുള്ള എല്ലാ പമ്പുകളിലേക്കും ഇത് നടപ്പാക്കണം. ഇത് കൂടാതെ ഞങ്ങൾ റെഗുലറായിട്ട് ചെയ്യുന്ന ചില നടപടികളുണ്ട്, ചെക്കിങ്ങുകൾ. കാരണം ഇത് ഒരു നടപടികളിലേക്ക് പോകാതെ ഉപദേശങ്ങൾ കൊണ്ട് മാത്രം ഈ മരണനിരക്ക് കുറയുന്നതായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇരുചക്ര വാഹനങ്ങളുടെ അലാമിംഗ് ആയിട്ടുള്ള അപകട നിരക്ക് വളരെ ആശ്ചര്യജനകമാണ്. അപ്പോൾ അത് കുറയ്ക്കാനുള്ള മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചിട്ടുള്ളത്. സാധാരണഗതിയിൽ ഈ പമ്പുകൾ ഒരു മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഈ ഒബ്ജക്റ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ മാത്രമേ ഈ സ്ക്വാഡുകൾ പോകേണ്ടി വരേണ്ട ആവശ്യം വരുന്നുള്ളൂ. പൊതുവേ ഇപ്പോൾ തന്നെ കണ്ടത്, നമ്മളിത് എൻഫോഴ്സ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരു 90% ആളുകളും ഓട്ടോമാറ്റിക്കലി ഇത് അംഗീകരിച്ചാണ് കാണുന്നത്. ഇപ്പോഴും ഞങ്ങളുടെ കണക്ക് പ്രകാരം 60-70% ആൾക്കാർ വെക്കുന്നുണ്ട്. ഇത് ശക്തമാക്കുന്നു എന്ന് കണ്ടാൽ ലോ അബൈഡിങ് സിറ്റിസൺസ് ആണ് അവർ ചെയ്യും. ഒപ്പോസ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ മാത്രമേ സ്ക്വാഡിന് പോകേണ്ടി വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എല്ലാ സ്ഥലത്തും ആളുകളുണ്ടോ എന്നുള്ള ചോദ്യം നേരത്തെ തന്നെ ഉയർന്നതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാ സ്ഥലത്തും ഒരുമിച്ച് നടപ്പാക്കാത്തത്. അല്ലെങ്കിൽ കേരളത്തിലെ നിയമം എല്ലായിടത്തും ബാധകമാണല്ലോ. എന്തുകൊണ്ട് 3 പട്ടണങ്ങളിൽ നിന്ന് മാത്രമായിട്ട് എന്നോട് ചോദിച്ചത്, മോട്ടോർ വാഹന വകുപ്പിന് സൈസബിൾ സ്ട്രെങ്തും അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചറും ഉള്ളത് ഈ 3 പട്ടണങ്ങളിലാണ്. അതുകൊണ്ടാണ് ഇവിടെ 3 ഇത് ഞങ്ങൾ ആദ്യം നടപ്പാക്കുന്നത്. ഇല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒപ്പോസ് ചെയ്യുന്നിടത്തിൻ്റെ ആവശ്യം വരുള്ളൂ. അവർ വിളിച്ചറിയിക്കില്ല. ഞങ്ങൾ ഓരോ ഡയറക്ഷൻ ഉണ്ടല്ലോ. പിന്നെ പമ്പുകളിലെല്ലാം ക്യാമറ വെക്കാനായിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ക്യാമറ വെക്കാൻ അവർ ഏറ്റിട്ടുണ്ട്. അവർ പറഞ്ഞവർക്ക് ABC അങ്ങനെ 3 തരത്തിൽപ്പെട്ട പമ്പുകളാണുള്ളത്. അവരുടെ ടേൺ ഓവറിൻ്റെയും മറ്റ് ഒരു സ്റ്റോറേജ് ഫെസിലിറ്റി അവസാനത്തിൽ. അപ്പോൾ ക്യാമറകൾ വെക്കാമെന്ന് പറഞ്ഞിട്ട് ഈ ക്യാമറകളെ ഞങ്ങളുടെ കൺട്രോൾ റൂമുമായിട്ട് ബന്ധപ്പെടുത്തുവാനായിട്ടും നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ ക്യാമറകൾ വരുമ്പോൾ അറിയാൻ പറ്റും ഞങ്ങൾക്ക് അവിടുന്ന് ഏത് വണ്ടിയാണ് എടുക്കാത്തതെന്ന്. ഇനിയിപ്പോൾ അവർ നിസ്സഹരിച്ചാലും പെട്രോൾ പമ്പിലുള്ള ആളുകൾ ഞങ്ങൾ അറിയിച്ചിട്ടില്ലെങ്കിലും ക്യാമറ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആ വണ്ടിയുടെ നമ്പറിലേക്ക് അപ്പോൾ തന്നെ സൂം ചെയ്യാൻ കഴിയും. ഇപ്പോഴത്തെ ഞങ്ങളുടെ MBD IM എന്നുള്ളൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. അതിന് മൊബൈൽ ഫോണിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ആ വണ്ടിയുടെ ഉടമസ്ഥനെയും മറ്റുള്ള ഡീറ്റെയിൽസും അറിയാൻ കഴിയും. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളെ 2200 പേരുടെ ഒരു ചെറിയ സേനയാണ് മോട്ടോർ വാഹന വകുപ്പ്. അതിൽ പ്രധാനമായിട്ടും എൻഫോഴ്സ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു വിധത്തിൽ പറഞ്ഞാൽ രണ്ടാമത്തെ ഒരു ഐറ്റമായിട്ടാണ്. ഇന്ന് കേരള ഗവൺമെൻറ്റിന് ടാക്സ് പിരിച്ചു കൊടുക്കുന്ന രണ്ടാമത്തെ വലിയ വകുപ്പാണ് മോട്ടോർ വാഹന വകുപ്പ്. ഒന്നാമത്തത് കൊമേഴ്ഷ്യൽ ടാക്സസ് ആണ്. കൊമേഴ്ഷ്യൽ ടാക്സ് കഴിഞ്ഞാൽ ടാക്സിങ്, അതായത് കളക്ഷൻ ഓഫ് റവന്യൂ ആണ് ഞങ്ങളുടെ ഒരു മെയിൻ പരിപാടി. അപ്പോൾ അതിനകത്താണ് 1600 വരുന്ന അംഗങ്ങളുള്ളത്. ഈ 1600 മിനിസ്റ്റീരിയൽ സ്റ്റാഫും പിന്നെ ബാക്കിയുള്ള 600 പേരേ ഉള്ളൂ എൻഫോഴ്സ്മെൻറ്റിൽ. അപ്പോൾ ആ എൻഫോഴ്സ്മെൻറ്റിലുള്ളവരുടെ ലിമിറ്റേഷനാണ് ഈ 3 പട്ടണങ്ങളിൽ ആദ്യം ചെയ്യുന്നത്. പക്ഷേ പോലീസുമായിട്ട് അങ്ങ് സഹകരിച്ച് കഴിയുമ്പോൾ
പോലീസുകാർക്ക് കുറച്ചും കൂടി 55,000-60,000 പോലീസുകാരുള്ള സേനയാണ്. അത് അവർക്ക് കുറച്ചും കൂടി ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. അപ്പം എല്ലാം കൂടി ഒരുമിച്ച് ഒറ്റ ട്രിപ്പിന് ഉണ്ടാക്കിയ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാതെ ഏതായാലും ഇത്രയും വെയിറ്റ് ചെയ്തു ഘട്ടം ഘട്ടമായി നടപ്പാക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യം. ഒരു യൂണിഫോംഡ് ഫോഴ്സ് 600 പേരേ ഉള്ളൂ. അവർ തന്നെയാണ് വീണ്ടും ഈ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ചെക്ക് ചെയ്യേണ്ടതും CF ടെസ്റ്റ് കൊടുക്കേണ്ടതും മറ്റേ വാഹന പരിശോധന നടത്തേണ്ടതും ഈ 600 പേരാണ്. അപ്പോൾ ഞങ്ങളുടെ അംഗബലത്തിലുള്ള കുറവിനെ പറ്റി മോട്ടോർ വാഹന കുറപ്പിനെ പറ്റി നിരവധി പ്രാവശ്യം ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ്. അതിനും എന്തെങ്കിലും ഗവൺമെൻറ് അംഗബലം കൂട്ടിത്തരും എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹവും വിശ്വാസവും. ഞങ്ങളുടെ അറിവനുസരിച്ച് കർശനമായത് പാലിക്കപ്പെടുന്നുണ്ട്. ഞാനത് പറയാൻ മറന്നുപോയൊരു കാര്യമാണ്. ഈ ഹെൽമെറ്റ് നിർബന്ധമാക്കാൻ ഉള്ളൊരു പ്രധാന കാരണം കേരളത്തിൽ മാത്രമാണ് ഇന്ത്യയിൽ ഉള്ള ഒരേ ഒരു സംസ്ഥാനം ഒരു ഇരുചക്ര വാഹനം വാങ്ങുമ്പോൾ ഹെൽമെറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. കേരളം ഒഴികെയുള്ള മറ്റ് സ്ഥലങ്ങളിൽ കൊടുക്കുമ്പോൾ അവരിപ്പോഴും അതിന് പൈസ വാങ്ങുന്നുണ്ട്. ഇതിനെതിരായിട്ട് വലിയ വലിയ കമ്പനികൾ നമ്മളുമായിട്ട് ആർഗ്യുമെൻ്റ് ഉണ്ടാകുകയും അന്ന് ഞങ്ങളെടുത്തൊരു സ്റ്റാൻഡ് വണ്ടിയുടെ ഒരു ഇൻ്റഗ്രൽ പാർട്ടാണ് ഹെൽമെറ്റ്. അതായത് വണ്ടിയുടെ ഹാൻഡിൽ പോലെയോ വണ്ടിയുടെ ചക്രം പോലെയോ ഇൻ്റഗ്രൽ പാർട്ടാണ്, അവിഭാജ്യ ഘടകമാണ് ഹെൽമെറ്റ്. അപ്പോൾ അവിഭാജ്യ ഘടകമായ ടയറില്ലാതെ ആരും വണ്ടി പുറത്തെടുക്കാൻ പാടില്ലല്ലോ. അത് അംഗീകരിച്ചുകൊണ്ടാണ് ഹെൽമെറ്റ് അവർ ഫ്രീ ആയിട്ട് നൽകുന്നത്. അപ്പോൾ ആ ഹെൽമെറ്റ് ഇല്ലാതെ ഇവരും യാത്രക്കാരനും പുറത്തു വരുമെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഫിലോസഫി. അപ്പോൾ സൗജന്യമായി കൊടുക്കുന്ന ഹെൽമെറ്റെങ്കിലും എടുത്ത് യാത്ര ചെയ്യാൻ തയ്യാറാത്തത് എന്തുകൊണ്ടെന്നുള്ള ചോദ്യം. നിങ്ങളെ ചോദ്യം റെലവൻ്റ് ആണ്, അതിനെപ്പറ്റി വന്നിട്ടുണ്ട്. അപ്പം ഒരു ട്രാൻസ്പോർട്ട് കമ്മീഷൻ എന്നുള്ള നിലയിൽ ഒരു വാഹനത്തിൻ്റെ വില MRP എത്രയെന്ന് നിശ്ചയിക്കാൻ എനിക്ക് അവകാശമില്ല. പക്ഷേ ഈ നമ്മുടെ കേരളത്തിൽ വിൽക്കുന്നവരെല്ലാം വലിയ വലിയ കമ്പനികളാണ്, ഇൻ്റർനാഷണൽ കമ്പനികളാണ്, മൾട്ടിനാഷണൽ കമ്പനികളാണ്. അവർ വാഹനത്തിൻ്റെ വില നിശ്ചയിക്കുന്നത് അങ്ങനെ അമിതമായ രീതിയിലുള്ളൊരു വലിയ വ്യത്യാസം കാണിക്കാറില്ല. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഞങ്ങൾ ഈ പരിപാടി ആരംഭിക്കുന്നത്, ഈ വർഷമാണ് ഇത് ആരംഭിച്ചത്. ഇത് ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് ഏതാണ്ട് 2,500ഓളം രൂപ ഇവർ ഹാൻഡ്ലിംഗ് ചാർജസ് എന്നുള്ള നിലയിൽ വാങ്ങിയിരുന്നതായിട്ടാണ് പറയുന്നത്. അതിപ്പോൾ വളരെ കുറഞ്ഞിട്ട് ഹാൻഡ്ലിംഗ് ചാർജ് വാങ്ങാനേ പാടില്ല. ഇപ്പോൾ നിങ്ങൾക്കറിയാം, വണ്ടികൾ രജിസ്റ്റർ ചെയ്യണ RTO ഓഫീസിൽ കൊണ്ടുപോകണ്ട, വണ്ടികൾ മേടിക്കുന്ന കടയിൽ നിന്ന് തന്നെ ഓൺലൈനായിട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു കോളമുണ്ട്, അതിനകത്ത് പർച്ചേസർ ഗ്യാരണ്ടി അഫിഡവിറ്റ് കൊടുക്കുകയാണ്, ഞാൻ ഇതിൻ്റെ MRP അല്ലാതെ മറ്റൊരു തുകയും കൊടുത്തിട്ടില്ല. സെയിൽ ചെയ്യുന്ന ആൾ അവിടെ വീണ്ടും ഒരു അഫിഡവിറ്റ് കൊടുക്കുകയാണ്, ഞാൻ ഇതിൻ്റെ MRP അല്ലാതെ മറ്റൊന്നും വാങ്ങിയിട്ടില്ല. ഈ രണ്ട് മാൻഡേറ്ററി കോളം ഫില്ല് ചെയ്താൽ മാത്രമേ കമ്പ്യൂട്ടർ ഇതിൻ്റെ എക്സിക്യൂഷൻ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താണ്? ഇങ്ങനെയുള്ള രീതിയിൽ മാത്രമേ ഇപ്പോഴത്തെ വിൽപ്പന നടക്കുന്നുള്ളൂ. പിന്നെ അതല്ലാതെ എന്തെങ്കിലും ആരെങ്കിലും മേടിച്ചിട്ട് നമ്മുടെ പരിപാടി കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ അപ്പോഴും നടപടി എടുക്കുന്നുണ്ട്. അപ്പോൾ വലിയ രീതിയിൽ ഇത് കുറഞ്ഞു വന്നിട്ടുണ്ട്. പിന്നെ അതിന് തത്തുല്യമേ 2,500 രൂപ കുറച്ചപ്പോൾ 500 രൂപയൊക്കെ കൂട്ടിയതായിട്ട് കാണുന്നു. അത് MRP കൂട്ടിയതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ ഹെൽമെറ്റ് ഫ്രീ കൊടുക്കുന്നുണ്ട്, സാരി കാർഡ് ഫ്രീ കൊടുക്കുന്നുണ്ട്, നമ്പർ പ്ലേറ്റ് ഫ്രീ കൊടുക്കുന്നുണ്ട്, പിന്നെ ലേഡീസ് ഹാൻഡിൽ ഫ്രീ കൊടുക്കുന്നുണ്ട്, റിയർ വ്യൂ മിറർ ഇത്രയും 5 ഐറ്റവും ഹെൽമെറ്റും ഫ്രീ കൊടുക്കുന്നുണ്ട്. അപ്പം എത്രയായാലും ശരി, ആ കൂട്ടുന്ന വിലയ്ക്കനുസരിച്ചുള്ള അല്ലെങ്കിൽ കൂട്ടിയതെന്ന് അവകാശപ്പെടുന്ന വിലക്കിലേക്ക് കൂടുതൽ ഐറ്റംസ് കൊടുക്കുന്നുണ്ട്. ഏതായാലും MRPയുടെ ഭാഗമായിട്ട് മാത്രമാണ് ഹെൽമെറ്റുകൾ കൊടുക്കുന്നത്. അത് സൗജന്യമായിട്ടാണ്, ഫ്രീ ഓഫ് കോസ്റ്റ്. അതിന് ബില്ല് തരാറുണ്ട് അവർ. ഞാൻ പറഞ്ഞത് നമ്മുടെ സമൂഹത്തിൽ പല കാര്യങ്ങളും ഔട്ട് ഓഫ് ദ വേ തെറ്റുകൾ നടക്കുന്നുണ്ട്. പക്ഷേ ബില്ലുകളോടുകൂടി വന്നാൽ ഞങ്ങൾ അതിന് നടപടിയെടുക്കാം. ഞങ്ങളിപ്പോൾ അതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്ന ഒരു പ്രധാന വിഷയം, ഈ ഹെൽമെറ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയമല്ല, പക്ഷേ ട്രാൻസ്പോർട്ട് കമ്മീഷനുടെ അധികാര പരിധിയിൽപ്പെട്ടൊരു വിഷയമായി പറയുന്നതാണ്. സബ് ഡീലർമാരെന്ന് പറയുന്ന വലിയൊരു ഗ്രൂപ്പ് ഇവിടെ ഉണ്ട്. അപ്പം ഞങ്ങളുടെ മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ ബോണോഫൈഡ് ഡീലർ മാത്രമേ ഡീൽ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഹോണ്ടയും ഹീറോയും അല്ലെങ്കിൽ മിറ്റ്സുബിഷിയും യമഹയൊക്കെ അവരുടെ ഔദ്യോഗികമായിട്ടൊരു ബോണോഫൈഡ് ഡീലറെ ഫിക്സ് ചെയ്യും. പക്ഷേ കേരളത്തിൽ എന്തോ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ബോണോഫൈഡ് ഡീലർ, ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള ബോണോഫൈഡ് ലീഡർ ആറ്റിങ്ങിലും അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തും പോയി ഒരു കട തുറന്നിട്ട് അവിടെ വണ്ടികൾ ഡിസ്പ്ലേ ചെയ്യും. വിൽക്കുമ്പോൾ ആ കടയിൽ നിന്ന് വിൽക്കും, ആറ്റിങ്ങിലെ കടയിൽ നിന്ന് വിൽക്കും. പക്ഷേ ബില്ല് കൊടുക്കുന്നത് തിരുവനന്തപുരത്തെ കടയിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥം തിരുവനന്തപുരത്തെ കടയിൽ മാത്രമേ അയാൾക്ക് വിൽക്കാൻ അവകാശമുള്ളൂ. പക്ഷേ അയാൾ ആക്ച്വലി വിൽക്കുന്നത്, അപ്പോൾ അവർ സബ് ഡീലർ എന്നാണ് വിളിക്കുന്നത്. ഈ സബ് ഡീലർ ഞങ്ങളുടെ മോട്ടോർ വാഹന വകുപ്പിൽ അംഗീകരിക്കപ്പെട്ടവരല്ല. കാരണം ഞങ്ങളുടെ വകുപ്പിൽ നമ്മുടെ ആക്ട് പ്രകാരം ബോണോഫൈഡ് ഡീലറെയാണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബോണോഫൈഡ് ഡീലർക്ക് മാത്രമേ ഞങ്ങൾ എന്ത് കൊടുക്കാറുള്ളൂ? ട്രേഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കാറ്, TC. ട്രേഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ഒരു വണ്ടി രജിസ്റ്റർ ചെയ്യാതെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന്, ഒരു വണ്ടി ഡിസ്പ്ലേ ചെയ്യുന്നതിന്, ഒരു വണ്ടിയിൽ സർവീസ് കൊണ്ടുപോകുന്നതിന്.
അപ്പോൾ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇല്ലാതാണ് ഇവരെല്ലാം ഈ സബ് ഡീലർമാരുടെ സ്ഥലത്ത്. അപ്പം അടുത്ത മാസം 15-ാം തീയതി വരെ ഞങ്ങളൊരു സമയം കൊടുത്തിട്ടുണ്ട്. എല്ലാ വാഹന കമ്പനി ഉടമസ്ഥരോടും പറഞ്ഞിട്ടുണ്ട്, വാഹന നിർമ്മാതാക്കളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സബ് ഡീലർമാർക്കും ട്രേഡ് സർട്ടിഫിക്കറ്റ് വാങ്ങത്തക്ക വിധത്തിൽ ബോണാഫൈഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുക. അതിന് അവരൊരു തടസ്സം പറഞ്ഞത് സബ് ഡീലർമാർക്ക് മിനിമം ഇത്ര സൈസിലുള്ള ബിൽഡിംഗ് വേണം, ഇത്ര എക്യുപ്മെൻറ്റ്സ് വേണം, ഇത്ര ഇൻഫ്രാസ്ട്രക്ചർ വേണം, അതൊന്നും ഇവർ ടേക്ക് കെയർ ചെയ്യുന്നില്ല. അപ്പം ഞങ്ങളവരോട് ആവശ്യപ്പെട്ടത് കേരളത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഏതാണ്ട് 2500ഓളം സബ് ഡീലർമാരുണ്ടെന്ന് പറയുന്നു. അവരുടെ ജീവിതത്തിൻ്റെ പ്രശ്നമാണ്, അവരുടെ എംപ്ലോയ്മെൻറ്റിൻ്റെ ഭാഗമാണെന്നുകൊണ്ട് ലിബറലാക്കിക്കൊണ്ട് അവർക്ക് കൂടി കൊടുക്കാനാണ് പറഞ്ഞത്. അതിൻ്റെ വെളിച്ചത്തിൽ പ്രധാനപ്പെട്ട കമ്പനികളെല്ലാം ഓൾറെഡി സബ് ഡീലർമാർക്കും ഡീലർഷിപ്പ് പദവി കൊടുത്തു. അതിൻ്റെ വെളിച്ചത്തിൽ ആ സബ് ഡീലർമാർക്ക് ഞങ്ങൾ TC കൊടുക്കുന്നു. ഇപ്പോൾ ഈ ചോദ്യത്തിനെല്ലാം മറുപടി വരുന്നത് TC കിട്ടിക്കഴിഞ്ഞാൽ, ട്രേഡ് സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു മോട്ടോർ വാഹന വകുപ്പിന് അവൻ്റെ കട പരിശോധിക്കാനും അവനോട് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാനും പറ്റും. നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലത്തെ 2500 രൂപ എക്സ്ട്രാ മേടിച്ചുകൊണ്ടിരുന്നത് ഞങ്ങളുടെ അറിവിൽ ഈ അൺഒഫീഷ്യലായിട്ട് പോയിരുന്നിരുന്ന സബ് ഡീലർ ലെവലിലാണ്. അങ്ങനെ അതൊക്കെ നമുക്ക് പിടിക്കാവുന്ന കാര്യങ്ങൾ, അത് പാടില്ല. ഞാൻ പറഞ്ഞ് അത് ഒരു കമ്പനി ചിലരെന്ത് ചെയ്യും, ട്രേഡ് സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ള പല തെറ്റായ പ്രവണതകളും നടക്കുന്നുണ്ട്. അതെല്ലാ രംഗത്തും ഉണ്ട്. അത് പിടിക്കപ്പെടുമ്പോൾ അതിൻ്റെ പുറത്ത് ഫൈൻ വരും. പിടിച്ചു, ഞങ്ങൾ പല കമ്പനികളെ പിടിച്ചിട്ടുണ്ട്. പലരുടെയും ട്രേഡ് സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പം ഞങ്ങളുടെ ഒരു മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രിഫറൻസ് അല്ലെങ്കിൽ ഒരു ദൗത്യം, ഇങ്ങനെ അൺഒഫീഷ്യലായിട്ട് നടക്കുന്ന, കാലാകാലങ്ങളായി നടക്കുന്ന ജനങ്ങൾ ഇത് സാധാരണമാണ്, ഇത് ന്യായമാണ്, നിയമപരമാണെന്ന് കരുതുന്ന പല തെറ്റുകളും റെഗുലറൈസ് ചെയ്ത് അത് ലീഗലാക്കി അതിനെ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്ത് കൊണ്ടാണ് ശ്രമിക്കുന്നത്. അങ്ങനെ സബ് ഡീലർഷിപ്പ് ആയാൽ ഇപ്പോൾ മേജർ കമ്പനികളായിട്ടുള്ള എല്ലാ മേജർ കമ്പനികളും കൊടുത്തു. തച്ചങ്കരിയുടെ വാർത്താ സമ്മേളനം പുരോഗമിക്കുകയാണ്. ഹെൽമറ്റ് ധരിക്കാത്ത ഇരുചക്ര വാഹന യാത്രക്കാർക്ക് പെട്രോൾ നൽകില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്.